ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിൽ നിർണായകമായ ഒരു സ്ഥാനമാണ് WDM സീരീസ് ഡീസൽ ലോക്കോമോട്ടീവുകൾക്കുള്ളത്. WDM എന്ന ചുരുക്കപ്പേരിന് ഒരു പ്രത്യേക അർത്ഥമുണ്ട്. W വൈഡ് ഗേജ്, ബ്രോഡ് ഗേജ് 1676 മില്ലിമീറ്റർ വീതിയുള്ള പാളങ്ങളിൽ ഉപയോഗിക്കുന്നവ. ഡീസൽ, ഡീസൽ എഞ്ചിൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നവ. മിക്സ്ഡ് ട്രാഫിക്, പാസഞ്ചർ, ഗുഡ്സ് ട്രെയിനുകൾ എന്നിവയെല്ലാം വലിക്കാൻ ശേഷിയുള്ളവ. ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യകാല ഡീസൽ ലോക്കോമോട്ടീവുകളിൽ ഒന്നായിരുന്നു WDM. നീരാവി എഞ്ചിനുകളിൽ നിന്ന് ഡീസൽ എഞ്ചിനുകളിലേക്കുള്ള മാറ്റത്തിൽ ഈ ലോക്കോമോട്ടീവുകൾ വലിയ പങ്കുവഹിച്ചു. WDM സീരീസിലെ പ്രധാന മോഡലുകൾ താഴെ പറയുന്നവയാണ്. WDM-1 ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാന ഡീസൽ ലോക്കോമോട്ടീവ്. 1957-ൽ USA-യിൽ നിന്ന് ഇറക്കുമതി ചെയ്തു. ഇതിന് ഒരു വശത്ത് മാത്രമേ ഡ്രൈവർ ക്യാബിൻ ഉണ്ടായിരുന്നുള്ളൂ. അതിനാൽ ദിശ മാറ്റാൻ ടേൺ ടേബിളുകൾ ആവശ്യമായിരുന്നു. ഇത് ഒരു പരിമിതിയായിരുന്നു. WDM-2 ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിലെ ഏറ്റവും വിജയകരവും വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടതുമായ ലോക്കോമോട്ടീവ്. അമേരിക്കൻ ലോക്കോമോട്ടീവ് കമ്പനിയായ ആൽക്കോ ആണ് ഇത് രൂപകൽപ്പന ചെയ്തത്. 1962 മുതൽ 2023 വരെ 60 വർഷത്തിലേറെ ഇന്ത്യൻ റെയിൽവേയുടെ നട്ടെല്ലായിരുന്നു ഈ ലോക്കോമോട്ടീവ്. വാരണാസിയിലെ ഡീസൽ ലോക്കോമോട്ടീവ് വർക്ക്സ് DLW ആണ് ഇതിന്റെ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത്. ശക്തമായ എഞ്ചിനും ഉയർന്ന ട്രാക്റ്റീവ് എഫർട്ടും ഇതിനെ യാത്രാ ചരക്ക് തീവണ്ടികൾക്ക് അനുയോജ്യമാക്കി. ജംബോ എന്നൊരു വിളിപ്പേരും ഈ ലോക്കോമോട്ടീവിനുണ്ടായിരുന്നു. 2023-ൽ ഇതിന്റെ സേവനം പൂർണ്ണമായും അവസാനിപ്പിച്ചു. ചില യൂണിറ്റുകൾ WDM-3A, WDM-2S എന്നിങ്ങനെയുള്ള രൂപങ്ങളിൽ ഇപ്പോഴും ഉപയോഗത്തിലുണ്ട്. WDM-3A WDM-2ന്റെ പരിഷ്കരിച്ച പതിപ്പാണിത്. കൂടുതൽ കരുത്തും മികച്ച പ്രകടനവും നൽകുന്ന രീതിയിൽ ഇതിന്റെ എഞ്ചിൻ നവീകരിച്ചു. ഇന്ത്യൻ റെയിൽവേയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഡീസൽ ലോക്കോമോട്ടീവുകളിൽ ഒന്നാണിത്. ദീർഘദൂര യാത്ര ചരക്ക് തീവണ്ടികൾക്ക് ഇത് വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു. WDM-3D WDM-3Aയേക്കാൾ കൂടുതൽ ശക്തിയുള്ള ലോക്കോമോട്ടീവാണിത്. 3300 കുതിരശക്തിയാണ് ഹോഴ്സ് പവർ ഇതിനുള്ളത്. മികച്ച പ്രകടനവും വേഗതയും നൽകുന്നതിനാൽ വേഗമേറിയ പാസഞ്ചർ ട്രെയിനുകൾക്കും ഭാരമേറിയ ചരക്ക് തീവണ്ടികൾക്കും ഇത് ഉപയോഗിക്കാറുണ്ട്. മറ്റ് WDM മോഡലുകൾ. WDM-4 ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യത്തെ EMD ഇലക്ട്രോമോട്ടീവ് ഡീസൽ ലോക്കോമോട്ടീവുകളിൽ ഒന്ന്. വളരെ വേഗതയുള്ളതായിരുന്നു ഇത്. WDM-6 2 യൂണിറ്റുകൾ മാത്രം നിർമ്മിക്കപ്പെട്ട ഒരു ചെറിയ ക്ലാസ് ലോക്കോമോട്ടീവാണിത്. WDM-7 ചരക്ക് തീവണ്ടികൾ വലിക്കാൻ വേണ്ടി നിർമ്മിച്ച ഈ ലോക്കോമോട്ടീവുകൾക്ക് മികച്ച ട്രാക്റ്റീവ് എഫർട്ട് ഉണ്ടായിരുന്നു. WDM ലോക്കോമോട്ടീവുകൾ ഇന്ത്യയുടെ റെയിൽ ഗതാഗത മേഖലയിൽ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചു. ഡീസൽ എഞ്ചിനുകളുടെ ശക്തിയും കാര്യക്ഷമതയും ഇന്ത്യൻ റെയിൽവേയുടെ വളർച്ചയ്ക്ക് വലിയ സംഭാവന നൽകി. വൈദ്യുതീകരണം വ്യാപകമായതോടെ ഡീസൽ ലോക്കോമോട്ടീവുകളുടെ എണ്ണം കുറഞ്ഞുവരികയാണെങ്കിലും WDM സീരീസ് ഇന്നും ഇന്ത്യൻ റെയിൽവേയുടെ അഭിമാനമാണ്. WDM-2 വൈഡ് ഗേജ് ഡീസൽ മിക്സഡ് ട്രാഫിക് 2 ജനറേഷൻ. ഇന്ത്യൻ റെയിൽവേയുടെ നട്ടെല്ല്. ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും വ്യാപകമായി ഉപയോഗിച്ചിരുന്നതുമായ ഡീസൽ എഞ്ചിനുകളിൽ ഒന്നാണ് WDM-2. ഇത് ഇന്ത്യൻ റെയിൽവേയുടെ വർക്ക് ഹോഴ്സ് അഥവാ കഠിനാധ്വാനിയായ കുതിര എന്നറിയപ്പെടുന്നു. നിർമ്മാണം. 1962-ൽ അമേരിക്കൻ ലോക്കോമോട്ടീവ് കമ്പനിയാണ് ആൽക്കോ ഇതിന്റെ രൂപകൽപ്പന നടത്തിയത്. ആദ്യ യൂണിറ്റുകൾ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്തു. പിന്നീട് വാരാണസിയിലെ ഡീസൽ ലോക്കോമോട്ടീവ് വർക്ക്സിൽ DLW ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചു. പ്രത്യേകതകൾ. എഞ്ചിൻ 16 സിലിണ്ടർ, 2600 ഹോഴ്സ് പവർ, 2600 കുതിരശക്തി ശേഷിയുള്ള ഡീസൽ എഞ്ചിൻ. വേഗത മണിക്കൂറിൽ 120 കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കാൻ ഇതിന് കഴിയും. ഉപയോഗം. പേര് സൂചിപ്പിക്കുന്നതുപോലെ ഇത് ഗുഡ്സ് ട്രെയിനുകൾക്കും പാസഞ്ചർ ട്രെയിനുകൾക്കും ഒരുപോലെ ഉപയോഗിച്ചിരുന്നു. മിക്സ്ഡ് ട്രാഫിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. ഡിസൈൻ. ഇതിനൊരു നീണ്ട ബോണറ്റും ലോങ് ഹുഡ്, ഒരു ചെറിയ ബോണറ്റും ഷോർട്ട് ഹുഡുണ്ട്. എഞ്ചിൻ സാധാരണയായി ലോങ് ഹുഡിന്റെ ഭാഗത്താണ് പ്രവർത്തിക്കുന്നത്. പ്രധാന നേട്ടം. ഇന്ത്യയിൽ സ്റ്റീം എഞ്ചിനുകളിൽ നിന്ന് ഡീസൽ എഞ്ചിനുകളിലേക്കുള്ള മാറ്റത്തിന് ഈ എഞ്ചിൻ വലിയ പങ്കുവഹിച്ചു. വിവിധ വകഭേദങ്ങൾ. WDM-2A എയർ ബ്രേക്ക് സംവിധാനം കൂട്ടിച്ചേർത്ത എഞ്ചിനുകൾ. WDM-2B എയർ ബ്രേക്കുകൾ സ്റ്റാൻഡേർഡായി നിർമ്മിച്ച എഞ്ചിനുകൾ. WDM-2S അതിന്റെ പ്രവർത്തന കാലാവധി അവസാനിക്കാറായപ്പോൾ ഷണ്ടിംഗ് ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന എഞ്ചിനുകൾ. വർഷങ്ങളോളം ഇന്ത്യൻ റെയിൽവേയുടെ ഡീസൽ എഞ്ചിൻ ഫ്ലീറ്റിൽ WDM-2 ഒരു പ്രധാന ഘടകമായിരുന്നു. പുതിയതും കൂടുതൽ കാര്യക്ഷമതയുമുള്ള എഞ്ചിനുകൾ വന്നതോടെ DM-2ന്റെ ഉപയോഗം കുറഞ്ഞു. എങ്കിലും ഇപ്പോഴും പലയിടത്തും ഇത് സേവനത്തിലുണ്ട്, പ്രത്യേകിച്ച് ഷണ്ടിംഗ് ജോലികൾക്കും ചെറിയ ദൂരങ്ങളിലെ യാത്രകൾക്കും.